എപ്പിസോഡ് ഓപ്പണിംഗ് സീനിലാണെങ്കിൽ ഇപ്പൊ സോറോയും ആ ചെരിക്കൂട്ടനും അവർ രണ്ടുപേരും അടുത്തുള്ള ഒരു ഗ്രാമത്തിലേക്ക് വന്നിരിക്കുകയാണ്. ചെരിക്കൂട്ടനെ കാണേണ്ട താമസം ഗ്രാമത്തിലുള്ളവരെല്ലാവരും പുറത്തേക്ക് വരും. ഓ, നീ ഇത്രയും കാലം എവിടെയായിരുന്നു? ഇപ്പോഴാണോ സ്വന്തം ഗ്രാമത്തിലേക്ക് വരുന്നേ? നിനക്ക് വിശക്കുന്നുണ്ടോ? ഫുഡ് ആവശ്യമാണോ? ഇവിടെ ഫുഡായിട്ട് കഴിക്കാൻ കല്ലും മണ്ണും പുല്ലും മാത്രമേ ബാക്കിയുള്ളൂ. അത് വേണമെങ്കിൽ നീ കുറച്ച് വാരി തിന്നാൻ പറഞ്ഞ് രണ്ടുപേരാണെങ്കിൽ ചിരിക്കാനായിട്ട് തുടങ്ങും. പിന്നീട് അവിടെയുള്ളവരെല്ലാവരും അങ്ങനെ ചിരിച്ചുകൊണ്ടേയിരിക്കും. സോറോയ്ക്കാണെങ്കിൽ അതൊന്നും കണ്ടിട്ട് കണക്റ്റ് ആവില്ല. അവൻ ഒരു കാര്യം നന്നായിട്ട് മനസ്സിലാവും. അവർ മര്യാദയ്ക്ക് ആഹാരം കഴിച്ചിട്ട് ഒരുപാട് ദിവസങ്ങൾ കഴിഞ്ഞു. പഞ്ഞത്തിലും പട്ടിണിയിലും പരിവട്ടത്തിലും അവരങ്ങനെ ബുദ്ധിമുട്ടാണ്. സോറോ ആണെങ്കിൽ ചെരിക്കൂട്ടനോട് ചോദിക്കും, ഇത്രയും പട്ടിണിയും ബുദ്ധിമുട്ടും ഉള്ളപ്പോൾ ഇവരെ കൊണ്ട് ഇങ്ങനെ ക്യാഷ്വലായിട്ട് ചിരിക്കാൻ കഴിയുന്നു? അതിനവൻ അങ്ങനെ തല താഴ്ത്തി ഇപ്പൊ സോറയോട് പറയും, ഞങ്ങൾക്ക് എല്ലാവർക്കും ഒരുപാട് ബുദ്ധിമുട്ടുണ്ട്. ഇവിടെയുള്ള ജനങ്ങൾക്ക് മര്യാദയ്ക്ക് ഭക്ഷണം പോലും ഇല്ല. പക്ഷെ ആ ഒരു കുറവ് അതില്ലാതാക്കാനാണ് ഞങ്ങൾ ഇങ്ങനെ നിഷ്കളങ്കമായിട്ട് ചിരിക്കുന്നത്. മനുഷ്യർക്ക് മാത്രമുള്ളൊരു കഴിവാണ് ചിരിക്കുക എന്നത്. ശരിയാണ്, ഇതെല്ലാം അതിജീവിച്ച് മുൻപോട്ടേക്ക് പോകാൻ ഞങ്ങളെ പ്രേരിപ്പിക്കുന്നതെന്ന് പറഞ്ഞ് അവനാണെങ്കിൽ സോറോയെ നോക്കി പൊട്ടിച്ചിരിക്കും. അപ്പൊ അവിടുന്ന് അങ്ങനെ സീൻ കട്ട് ചെയ്ത് ഒറോച്ചി കാസ്റ്റിൽ കാണിക്കും. അവിടെയാണെങ്കിൽ ഓരോരോ ഡോറുകള് അവന്റെ കാവൽക്കാർ തുറന്നുകൊണ്ടേ ഇരിക്കുകയാണ്. അങ്ങനെ 1 കിലോമീറ്ററോളം നടന്ന് ഇപ്പൊ എല്ലാവരും ഒറോച്ചിയുടെ മുൻപിലേക്ക് വരും. ആദ്യം ഒറോച്ചിക്ക് കഴിക്കാൻ അവർ ചിക്കൻ കൊടുക്കുകയാണ്. ഈ പാർന്ന ഗ്രിൽഡ് ചിക്കൻ അത് തന്നെ കൊടുക്കുകയാണ്. പക്ഷെ അവനാണെങ്കിൽ അത് ഇഷ്ടപ്പെടില്ല. ഇത് ഞാൻ എപ്പോഴും കഴിക്കുന്നതല്ലേ, എനിക്ക് ഡിഫറെൻ്റ് ആയിട്ട് എന്തെങ്കിലും വേണം. അത് കേൾക്കേണ്ട താമസം അവൻ്റെ അസിസ്റ്റൻസ് ആണെങ്കിൽ ഇപ്പോൾ അവൻ വെജിറ്റബിൾസ് കൊടുക്കുകയാണ്. അതും അവൻ ഇഷ്ടപ്പെടില്ല. അതിനുശേഷം അവന് നല്ല ഗ്രിൽഡ് ഫിഷ് കൊണ്ടുവന്ന് കൊടുക്കുകയാണ്. അത് കാണുമ്പോൾ തന്നെ ഒറോച്ചിയുടെ വായിൽ വെള്ളം ഊറി അവനത് മുഴുവനായിട്ടും തട്ടും. പിന്നീട് അവന് കുടിക്കാൻ വില കൂടിയ മദ്യങ്ങൾ അതൊന്നൊന്നായി അവൻ്റെ മുൻപിലേക്ക് എത്തും. ഒറോച്ചി ആണെങ്കിൽ ഇപ്പോൾ അവൻ്റെ അസിസ്റ്റൻസിനോട് പറയും, എനിക്ക് എൻ്റർടൈൻ ചെയ്യാനായിട്ട് പാട്ടും ഡാൻസും ഒക്കെ വേണം, ഇത്രയും വേഗം അതിനുള്ള കാര്യങ്ങൾ ചെയ്യേ. അവരാണെങ്കിൽ ഉടനെ അതിനുള്ള അറേഞ്ച്മെൻറ്റ്സ് ചെയ്യാൻ പോവാണ്. അതേസമയം മറ്റൊരു ഭാഗത്ത് ജനങ്ങളുടെ ആക്ഷൻസും അവരുടെ ചിരിയൊക്കെ കണ്ട് ഭ്രാന്ത് പിടിച്ച് നിൽക്കുകയാണ്. അത്രയധികം ദാരിദ്ര്യവും ബുദ്ധിമുട്ടൊക്കെ ഉണ്ടായിട്ടും അവരാണെങ്കിൽ ചിരിച്ച് കളിച്ച് അതിനെല്ലാം സിമ്പിളായിട്ട് കാണുകയാണ്. ഒരു ഗ്രാൻഡ്മയാണെങ്കിൽ അവരുടെ പല്ലു പറഞ്ഞു വന്നത് അതും തൂക്കി കാണിച്ച് ചിരിച്ചുകൊണ്ടേയിരിക്കും. അതിനുശേഷം അവരെല്ലാവരും ഇപ്പൊ സോറോയെ കളിയാക്കി ചിരിക്കും. ചെരിക്കൂട്ടനാണെങ്കിൽ വീണ്ടും സോറോയോട് പറയും, ആക്ച്വലി ഞങ്ങളെല്ലാവരും വലിയ ബുദ്ധിമുട്ടിലാണ്. ഞങ്ങൾ ഇങ്ങനെയെങ്കിലും ജീവിക്കുന്നത് ഒരു കള്ളന്റെ സഹായത്താലാണ്. അമ്മാരിൽ തന്നെ ഏറ്റവും നല്ലവനായ ഒരു കള്ളൻ. അവനാണെങ്കിൽ വലിയ വലിയ പണക്കാരുടെ പണമൊക്കെ മോഷ്ടിച്ച് രാത്രി അവരുടെ ശ്രദ്ധയിൽപ്പെടാതെ ഞങ്ങളുടെ ഗ്രാമത്തിലേക്ക് ആ പണം കൊണ്ടുവന്നിടും. സോ ഞങ്ങൾ ആ പണമൊക്കെ എടുത്ത് ഞങ്ങൾക്ക് ആവശ്യമായ കുറച്ച് സാധനങ്ങളൊക്കെ അതിലൂടെ വാങ്ങും. ബേസിക് ആയിട്ട് കുടിക്കാനുള്ള വെള്ളം അതുപോലും ഞങ്ങൾ വലിയ തുക കൊടുത്താണ് വാങ്ങിക്കുന്നതെന്ന് പറയും. ഉടനെ ഒരു കുഞ്ഞിപ്പെണ്ണാണെങ്കിൽ ഇപ്പൊ സോറോയ്ക്ക് നേരെ ഒരു ഗ്ലാസ്സിൽ വെള്ളം എടുത്ത് അതങ്ങനെ നീട്ടിപ്പിടിച്ച് നിൽക്കും. സോറോയ്ക്കാണെങ്കിൽ അതെല്ലാം കാണുമ്പോൾ ഒരുപാട് വിഷമം തോന്നും. കുഞ്ഞിപ്പെണ്ണാണെങ്കിൽ ഇപ്പോ സോറോയുടെ മുഖത്ത് പിടിച്ച് വലിച്ച് അവനെ ചിരിപ്പിക്കാൻ തുടങ്ങും. അവനാണെങ്കിൽ സന്തോഷത്തിൽ ആ വെള്ളം കുടിക്കുകയാണ്. ആക്ച്വലി ആ ഒരു ഗ്രാമത്തിലുള്ളവർക്ക് അവർക്ക് എത്ര ബുദ്ധിമുട്ടും വിഷമം ഉണ്ടെങ്കിലും അവരെപ്പോഴും ഹാപ്പി ആയിരിക്കും. അതാണ് ആ ഗ്രാമത്തിലുള്ളവരുടെ പ്രത്യേകത. അതേസമയം ഇവിടെ ഒറോച്ചി അവനാണെങ്കിൽ അവനെ പാട്ടുപാടിയും ഡാൻസ് കളിച്ചും രസിപ്പിക്കാൻ വന്ന ലേഡീസിനെ അവരെല്ലാവരെയും കാണുകയാണ്. അവനാണെങ്കിൽ അവരുടെ സൗന്ദര്യത്തിൽ അങ്ങനെ മതിമയങ്ങി നിൽക്കും. എനിക്ക് വെയിറ്റ് ചെയ്യാനായിട്ട് കഴിയില്ല, എത്രയും വേഗം ആട്ടവും പാട്ടവും തുടങ്ങാനായിട്ട് പറയും. അത് കേൾക്കേണ്ട താമസം അവരിപ്പോ പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്യും. അടുത്ത നിമിഷം ആ വിശ്വസുന്ദരി പെണ്ണ് അവളാണെങ്കിൽ നല്ലൊരു എൻട്രി കൊടുക്കുകയാണ്. അവളുടെ സൗന്ദര്യത്തിൽ ഒറോച്ചിയാണെങ്കിൽ കണ്ണിമ വെട്ടാതെ അവളെ തന്നെ നോക്കി നിൽക്കും. കട്ട് ചെയ്ത മറ്റൊരു ഭാഗത്ത് നമ്മുടെ സാഞ്ചിയാണെങ്കിൽ നിർത്താതെ ആ ഒരു ന്യൂഡിൽസ് അത് ഉണ്ടാക്കിക്കൊണ്ടേയിരിക്കുകയാണ്. അതേസമയം ലോ അവിടേക്ക് വന്ന് സാഞ്ചിയോട് പറയും, നിങ്ങൾ എത്രയും വേഗം ഇവിടുന്ന് പോകണം, വലിയൊരു ആപത്ത് അതിവിടെ ലക്ഷ്യമാക്കി വന്നുകൊണ്ടിരിക്കുകയാണ്. ബീസ്റ്റ് പൈററ്റ്സിൽ ടോപ്പ് ഷിനോച്ചികളായിട്ടുള്ള പവർഫുള്ളായ 6 പേരുണ്ട്. അവരിൽ 2 പേരാണ് ഇവിടേക്ക് വരുന്നത്. അവരോടൊപ്പം തന്നെ ഹോക്കിങ്സും ഇവിടേക്ക് വരുന്നുണ്ടെന്ന് പറയും. അപ്പോൾ അവിടുന്ന് അങ്ങനെ ക്യാമറ സൂം ചെയ്ത് അവറ്റകളെ കാണിക്കും. ഇവർക്ക് 2 പേർക്കും ഡെവൽ ഫ്രൂട്ടിന്റെ പവറുണ്ട്. അതിലൊരുത്തനാണെങ്കിൽ ഇപ്പോൾ വലിയൊരു ഡൈനോസറായി മാറിയായിരിക്കും ആ ഗ്രാമത്തിലേക്ക് എത്തുക. ആക്ച്വലി ഇവർ 3 പേരും ഇവിടേക്ക് വന്നത് മറ്റൊന്നിനു വേണ്ടിയല്ല, സാക്ഷാൽ ട്രഫാൽഗർ ലോയെ കണ്ടുപിടിക്കാനാണ്. അവറ്റകളാണെങ്കിൽ ഗ്രാമം മുഴുവൻ തല്ലിപ്പൊളിച്ചും ഉഴുതുമറിച്ചും മുൻപോട്ടേക്ക് വരും. ഇവിടെ ഒറോച്ചി ആണെങ്കിൽ നമ്മുടെ വിശ്വസുന്ദരിയെ അവൾ അടുത്തേക്ക് വിളിക്കുകയാണ്. അവളാണെങ്കിൽ നാണിച്ച് മന്ദം അവൻ്റെ അടുത്തേക്ക് വരും. നിങ്ങളുടെ അടുത്തിരിക്കാൻ എനിക്ക് യാതൊരു യോഗ്യതയില്ല, ഞാൻ വെറും ഒരു പെണ്ണാണെന്ന് പറഞ്ഞ് അവൾ അങ്ങനെ മുഖം താഴ്ത്തി നിൽക്കും. അതിന് ഒറോച്ചി അവളെ മുഴുവനായിട്ടൊന്ന് സ്കാൻ ചെയ്ത് അവളോട് പറയും, നിന്റെ ഇത്രയും സുന്ദരിയായ ഒരു പെണ്ണിനെ ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല. എൻ്റെ അടുത്തിരിക്കാൻ ഏറ്റവും യോഗ്യതയുള്ളവള് അത് നീയാണെന്ന് പറഞ്ഞ് അവളെ അടുത്തേക്ക് വിളിച്ചിരുത്തി അവളുടെ ദേഹത്തൊക്കെ തലോടി വിടുകയാണ്. അതിനുശേഷം
ഡാൻസും പാട്ടും ഒക്കെ കണ്ട് അവൻ അങ്ങനെ മൂക്കുമുട്ട ഭക്ഷണമൊക്കെ കഴിച്ച് എൻജോയ് ചെയ്യും. ഉടനെ യോഷിറോ ആണെങ്കിൽ അവൻ്റെ ആൾക്കാരുമായി അവിടേക്ക് വരും. ഒറോച്ചിക്കാണെങ്കിൽ യോഷിറോയും അവൻ്റെ ആൾക്കാരെയും കാണുമ്പോൾ ഭയങ്കര സന്തോഷം. യോഷിറോ, ഈ ഫെസ്റ്റിവലിന് നീ വളരെ ലേറ്റ് ആയിട്ടാണ് എത്തിയത്. ഫയർ ഫെസ്റ്റിവലിന് ഞാൻ നിന്നെ ഒരുപാട് നേരത്തെ പ്രതീക്ഷിച്ചതാണ്. ഒരു കാരണവശാലും ഈ ഒരു ഫയർ ഫെസ്റ്റിവലിൻ്റെ ഭംഗി അതിന് യാതൊരു ഭംഗവും വരാൻ പാടില്ല. എത്രയും വേഗം പ്രോഗ്രാം അത് കൊഴുപ്പിക്കണം എന്നൊക്കെ പറഞ്ഞ് അവനാണെങ്കിൽ അവരെ സ്വീകരിക്കും. എത്തിയ എല്ലാവരും ഇപ്പോൾ ഭക്ഷണവും ഡ്രിങ്ക്സും ഒക്കെ കഴിച്ച് അങ്ങനെ ഹായ് ആയിട്ട് പ്രോഗ്രാമൊക്കെ കണ്ട് എൻജോയ് ചെയ്യാനായിട്ട് തുടങ്ങും. അവിടെ നിന്ന് അങ്ങനെ സീൻ കട്ട് ചെയ്ത് ഇപ്പം നമ്മുടെ ലൂഫിയെ കാണിക്കും. ലൂഫി ആണെങ്കിൽ ഇപ്പോഴും നിർത്താതെ അധ്വാനിച്ചു കൊണ്ടേയിരിക്കുകയാണ്. ആ നാക്ക് നീട്ടിയ വില്ലനാണെങ്കിൽ ലൂഫിയെ വിടാതെ അവൻ്റെ അടുത്തേക്ക് വരും. ലൂഫി, ഇനിയെങ്കിലും ഞാൻ പറയുന്നത് കേൾക്ക്. നമ്മൾ രണ്ടുപേരും ഒരുമിച്ച് നിൽക്കുക ണെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് ഇവിടുന്ന് ഈസി ആയിട്ട് രക്ഷപ്പെടാം. അതിനുശേഷം നീ പറയുന്നത് എന്തും കേട്ട് നിന്റെ ഒരു അടിമയെ പോലെ ഞാൻ ജീവിക്കുന്നൊക്കെ പറഞ്ഞ് അവൻ ലൂഫിയുടെ അടുത്തേക്ക് വരും. ലൂഫിക്കാണെങ്കിൽ അവനെ നന്നായിട്ട് അറിയാം. ലൂഫി ദേഷ്യത്തില് അവനെ പിടിച്ച് ദൂരേക്ക് തള്ളി മാറ്റും. എന്നെ കൊണ്ട് പറ്റില്ല, എനിക്കൊരിക്കലും നിന്നെ പോലുള്ള ഒരുത്തനെ എന്റെ കൂടെ കൂട്ടാനായിട്ട് പറ്റില്ല എന്ന് ലൂഫി തീർത്തു പറയും. നിനക്ക് വേണമെങ്കിൽ ആ യൂസ്ട്രസ് കിഡ് അവന്റെ അടുത്ത് പോയി ഹെൽപ്പ് ചോദിക്കും. അതിനവനാണെങ്കിൽ ഇപ്പൊ യൂസ്ട്രസ് കിഡിനെ പുച്ഛിക്കും. അവനെ കൊണ്ട് യാതൊരു യൂസും ഇല്ല. അവനോട് തോറ്റ് അവൻ ഒരുപാട് കാലങ്ങളായി ഈ ഒരു ജയിലിൽ കഴിയാണെന്ന് പറഞ്ഞ് അവൻ യൂസ്ട്രസ് കിഡിനെ കളിയാക്കും. അടുത്ത നിമിഷം യൂസ്ട്രസ് കിഡ് ആണെങ്കിൽ ഈ കാര്യങ്ങളെല്ലാം കേട്ട് അവന്റെ കയ്യിലുണ്ടായിരുന്ന പിക്കാസ് അതങ്ങനെ വലിച്ചെറിയും. അതിനുശേഷം കരീബുവിന്റെ അടുത്തേക്ക് ഫുൾ കലിപ്പിൽ നടന്നു വരും. നിനക്കത്ര ധൈര്യം ഉണ്ടെങ്കിൽ നീ എന്നെ കുറ്റം പറയും. ഞാൻ ഇതുവരെ ബിഗ് മോമുമായിട്ട് ഫൈറ്റ് ചെയ്തിട്ടില്ല. സാക്ഷാൽ കൈഡോയെ അവനെ തോൽപ്പിക്കാൻ പോകുന്നത് ഞാനാണ്. മേലിൽ എന്നെക്കുറിച്ച് ഇല്ലാത്ത ന്യൂസ് പറഞ്ഞ പിന്നെ നീ ജീവനോട് കൂടെ ഉണ്ടാവില്ല. അത് കേട്ട് കരീബു ആണെങ്കിൽ പിടിച്ചു വരച്ച് ഇപ്പൊ ലൂഫിയുടെ പുറകിലേക്ക് ഒരു മൂലയ്ക്ക് മാറി നിൽക്കും. ഇവിടെ ലൂഫിക്കാണെങ്കിൽ അതൊന്നും ഒട്ടും ഇഷ്ടാവില്ല. കാരണം കൈഡോയെ കൊല്ലാൻ ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്നതും അതിനുവേണ്ടി പ്ലാൻ ചെയ്യുന്നതും ലൂഫി ആൻഡ് ടീമാണ്. പിന്നെ ആ കാര്യം പറഞ്ഞ് ഇപ്പൊ അവർ രണ്ടുപേരും 150 പറഞ്ഞ് 100 പറഞ്ഞ് പൊരിഞ്ഞ തർക്കം. കട്ട് ചെയ്ത ഇവിടെ ഉണ്ടപ്പെണ്ണും നാമി അവരാണെങ്കിൽ ഇപ്പോൾ ഒറോച്ചിയുടെ മാൻഷന്റെ മുകളിലേക്ക് വരും. അതിനുശേഷം ആ ഉണ്ടപ്പെണ്ണ് അവളുടെ ചിപ്സ് ഉപയോഗിച്ച് റൂഫിലൊരു ദ്വാരമൊക്കെ ക്രിയേറ്റ് ചെയ്ത് അകത്തേക്ക് പോകാനായിട്ട് ശ്രമിക്കും. മറ്റൊരു ഭാഗത്ത് റോബിനാണെങ്കിൽ ഹോസ്റ്റലിന്റെ ഉള്ളിൽ നടക്കുന്ന കാര്യങ്ങൾ അതെല്ലാം തന്നെ കണ്ടു മനസ്സിലാക്കി നൈസായിട്ട് അവിടുന്ന് സ്കൂട്ട് ആവുകയാണ്. അവിടുന്ന് അങ്ങനെ സൂം ഔട്ട് ചെയ്ത ഒരു കിണറ്റിനുള്ളിൽ ഇരിക്കുന്ന ബ്രൂക്കിനെ കാണിക്കും. ബ്രൂക്കിന്റെ സോൾ ആണെങ്കിൽ പുറത്താണ്. അത് അവിടെയുള്ള സ്ഥലങ്ങളെല്ലാം അരിച്ചു പെറുക്കുകയും പ്രത്യേക സ്ഥലത്ത് വെച്ച് ഇപ്പൊ കൈഡോടെ ആ ഒരു ബ്ലൂ പ്രിന്റ് മാപ്പ് അത് കണ്ടെത്തുകയാണ്. മറ്റൊരു ഭാഗത്ത് കൈഡോ ആണെങ്കിൽ ഇപ്പോഴും നിർത്താതെ കുടിച്ചുകൊണ്ടേയിരിക്കുകയാണ്. അവന്റെ അസിസ്റ്റൻസ് ആണെങ്കിൽ ഇപ്പൊ അവന്റെ അടുത്തേക്ക് വന്ന് പറയും, നോർത്ത് ഈസ്റ്റിൽ നിന്ന് ഒരു കപ്പല് ഇവിടേക്ക് വരുന്നുണ്ട്. അത് കേൾക്കേണ്ട താമസം കൈഡോ ദേഷ്യപ്പെട്ട് പറയും, അവൾക്കത്ര ധൈര്യം ഉണ്ടെങ്കിൽ അവൾ ഇവിടേക്ക് എത്തും. ഒന്നും നോക്കാനില്ല, എത്രയും വേഗം ആ കപ്പല് മുഴുവൻ തകർത്ത് കളയണം. അവിടേക്ക് വരുന്നത് മറ്റാരുമല്ല, സാക്ഷാൽ ബിഗ് മോമും അവളുടെ ഫാമിലിയുമാണ്. ഒരുപാട് മീനുകളിൽ അവളുടെ ജയന്റ് കപ്പൽ വെച്ച് കെട്ടി അവരങ്ങനെ ഹായ് ആയിട്ട് വരികയാണ്. ആണെങ്കിൽ അടിച്ചു പറയും, ഒരു കാരണവശാലും ഈ വാനോ കിൻഡത്തില് ബിഗ് മോമും അവളുടെ അസിസ്റ്റൻസും കാല് കുത്താൻ പാടില്ല. അപ്പൊ അവിടുന്ന് അങ്ങനെ കട്ട് ചെയ്ത് ഇപ്പൊ ബിഗ് മോമിനെ കാണിക്കും. അവളാണെങ്കിൽ ടെററായിട്ട് ലൂഫിയെ കുറിച്ച് ആലോചിച്ച് നിൽക്കുന്നതോട് കൂടെ ഈ ഒരു എപ്പിസോഡും അവസാനിക്കുന്നു. എപ്പിസോഡ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും കല്ലേ. അടുത്തൊരു അടിപൊളി എപ്പിസോഡുമായിട്ട് കാണുന്നവരെ ഇറ്റ്സ് മീ വിത്ത് മല്ലു എപ്പിസോഡ്.